മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വർഗോന്മുഖരായി വളർത്താൻ, വിശുദ്ധി വളർത്താനുള്ള ഒരു ചെറിയ പരിശ്രമമാണിത്. ഏഞ്ചൽസ് ആർമിയുടെ ഒരു സ്വർഗീയ സമ്മാനം നിങ്ങൾക്കായിട്ടുള്ള. ഇന്ന് നമ്മെ സഹായിക്കുവാനായിട്ട് ഇതിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ എറണാകുളത്തു നിന്നുള്ള പ്രിയപ്പെട്ട സോണിച്ചേട്ടനും ടിൻഡി ചേച്ചിയുമാണ്. സോണിച്ചേട്ടൻ ബിസിനസ് ചെയ്യുന്നു, ചേച്ചി സൈക്കോളജിസ്റ്റൊക്കെയാണ്. അതോടൊപ്പം തന്നെ 3 കുഞ്ഞുങ്ങളുണ്ട് ഇവർക്ക്. 3 പേരും തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഏഞ്ചൽസ് ആർമിയുടെ ഇൻ്റർസെഷൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററൊക്കെയാണ് ചേച്ചി. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായി മിനിസ്റ്റർ ചെയ്യുന്ന ഈ കുടുംബത്തെ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം നമ്മുടെ കൗൺസിലറായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ജോർജ് ലിയോൺസ് ആണ്. സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡോക്ടറാണ്. ജോർജ് ഏട്ടൻ പല പ്രാവശ്യം നമ്മുടെ ഇതിൽ അതിഥിയായിട്ട് വന്നിട്ടുള്ള ആളും കൂടിയാണ്. ജോർജ് ഏട്ടൻ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഡ്രൈവറായിട്ട് ചേച്ചിയുടെ കൂടെ, എൻ്റെ പെങ്ങളുടെ കൂടെ ഡ്രൈവറായിട്ട് സ്കൂളിൽ ചേച്ചിയുടെ കൊച്ചിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകേണ്ടി വന്നു. നമ്മൾ സ്കൂളിലൊക്കെയുള്ള കലാപരിപാടി ഉണ്ടല്ലോ, ഒപ്പിടിക്കാൻ വിളിക്കല് പേരൻസിന്. ഇപ്പോഴും അതൊക്കെ ഉണ്ടെന്ന കാര്യത്തിൽ സന്തോഷം. അപ്പോൾ കൊച്ചിൻ്റെ റിപ്പോർട്ടിൽ ഒപ്പിടാൻ വേണ്ടി സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ടീച്ചറിനൊക്കെ ഭയങ്കര സന്തോഷം. ഞാൻ അച്ഛനൊക്കെ കൂടെ വന്നതിൻ്റെ ഭയങ്കര സന്തോഷം അവർക്ക്. ടീച്ചർ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളൊക്കെ പറയുകയാണ്. കൊച്ച് നല്ല കൊച്ചാണ്, നമ്മൾ 1ൽ പഠിക്കുന്നു തോന്നുന്നു. അപ്പോൾ നല്ല മാർക്കുണ്ട്, ഫുൾ മാർക്കുണ്ട്, നന്നായിട്ട് ആക്റ്റീവാണ്, ഓട്ടത്തിലും ചാട്ടത്തിലും ഡാൻസിലൊക്കെ ഭയങ്കര ടോപ്പാണ്, എല്ലാം ടീച്ചർ പറഞ്ഞു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഭയങ്കര മിന്തലാണ്. എനിക്ക് ഈ മിന്തലിന് വാക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. ഭയങ്കര പിരിവിരിപ്പാട്, ഭയങ്കര എനർജറ്റിക് ആണ്, അങ്ങനെ ഈ ഭയങ്കര കുസൃത്തരങ്ങളൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെ ഈ കൊച്ചിന് വന്നെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ടീച്ചർ അമ്മേനെ നോക്കിയിട്ട്, പെങ്ങളെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, വീട്ടിൽ ആരെങ്കിലും അങ്ങനെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ? കൊച്ചി അടിക്കൽ പറയാ, മാമനെ കണ്ടുപിടിച്ചതാണ്. മാമൻ എന്ന് പറയുന്ന ആൾ ഞാനാണേ. അപ്പോൾ കൊച്ചറിയാണ് അത് എന്നെ കണ്ടുപിടിച്ചതാണ്, ഈ മിന്തലും പെരുവരിപ്പലും ഇതെല്ലാം. ഞാൻ എന്നിട്ട് പഠിക്കാനായിട്ട് ഫിലിപ്പീൻസ് ചെന്നപ്പോഴത്തേക്ക് അവിടെയുള്ള സൈക്കോളജി പഠിക്കുന്ന കുറച്ച് പ്രായമുള്ള സിസ്റ്റേഴ്സൊക്കെ എന്നോട് പറയുകയാണ് ADHD എന്ന്. അച്ഛനെ കണ്ടൊരു ADHD ലക്ഷണം ഉണ്ടെന്ന്. അതിൻ്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റോട് ചോദിക്കാം. സൈക്കോളജിസ്റ്റ് ADHD ഫുൾ ഫോം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. വലിയ കട്ടിയുള്ള വാക്കായതുകൊണ്ട് അറിയാതെ, എന്നാലും ഈ ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ഉള്ള പ്രയോഗമാണ് ഈ സംഭവം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നെറ്റിൽ പോയി നോക്കി. അപ്പോൾ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലായി ഇവരെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയവും. നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലാണ്ട് ലേബൽ ചെയ്ത് കളയുന്ന ചില കാര്യങ്ങൾ, അതായത് ഹൈപ്പർ ആക്റ്റീവാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ചിലർ മാനസിക രോഗികളാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ ലേബൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതവരുടെ എനർജിയും അവരുടെ എന്തൂസിയാസമൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് തല്ലുകൊളുത്തരങ്ങളും അല്ലെങ്കിൽ കുറച്ച് മിന്തലും പെരുവരിപ്പൊക്കെ ഉള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ മിക്ക കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ മനോഹരമായിട്ട് ദൈവോന്മുഖരായിട്ട് വളർത്തിക്കൊണ്ട് വരാം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ മധുരമൊഴിയിലെ ഈ ചർച്ചാ വിഷയവും. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാധാരണഗതിക്ക് മെൻ്റലിയോ ഫിസിക്കലിയോ ആയിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ചാലഞ്ചറായിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളരെ സഹതാപൂർവ്വമൊക്കെ നോക്കും. പക്ഷേ ഇച്ചിരി കുസൃതിയോ ഇച്ചിരി മെന്തലോ പെരുവരിപ്പോ ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ അവൻ തല്ലുകൊള്ളി തന്നെ അവനെ വളർത്തും. അവനെ മര്യാദയ്ക്ക് അടിച്ചു വളർത്തണം, അല്ലെങ്കിൽ ഉരുട്ടി വളർത്തണം. മറ്റവർ അങ്ങനെയല്ലേ, അവൻ എന്താ അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞു ഒരു സഹതാപവും കൊടുക്കാതെ, ഒരു കെയറും കൊടുക്കാതെ കുറേ കൂടി നമ്മൾ ഭീഷണിയുള്ള ഇരുമ്പ് മുറകളിലോട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ പ്രത്യേക കുടുംബത്തിലുള്ളത്. നമുക്ക് ഈ കുടുംബത്തിൽ നിന്നും തുടങ്ങാം. നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങും. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത 2 പേരും ഇപ്പോൾ ഒരാൾ 4ാം ക്ലാസ്സിലും ഒരാൾ 5ാം ക്ലാസ്സിലുമാണ്. ഇളയാൾ LKG പഠിക്കുന്നത്. അപ്പോൾ ഇളയാൾ ഉണ്ടായ സമയം മുതൽ, അതായത് അവന് ഒരു കുറച്ച് എനർജി അല്ലെങ്കിൽ ഇച്ചിരി ഓട്ടം, അല്ലെ നമ്മുടെ ഇപ്പം പള്ളിയിലൊക്കെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നേരെ ഒറ്റ ഓട്ടത്തിൽ ആൾക്കാരെ ചെല്ലുന്നു, തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ഇപ്പം എൻ്റെ മൂത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓടുമായിരുന്നെങ്കിൽ അവൻ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ഓടുള്ളൂ. ഇത് റേഞ്ച് വിട്ടുപോകും, ഔട്ട് ഓഫ് റേഞ്ച്. ഇപ്പം എന്നെ ഓടാൻ പഠിപ്പിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ആദ്യം എനിക്കും ഭയങ്കര ഈ പറഞ്ഞ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ അപ്പം മറ്റൊരു 2 അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. ചെറിയ ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ പിള്ളേരുടെ ഇവൻ ഇച്ചിരി കുറച്ച് കൂടുതൽ ഓടും. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ഒരു എനിക്ക് പലപ്പോഴും ചില സമയത്ത് എനിക്ക് ഇറിറ്റേഷൻ പോലെ അങ്ങനെയൊക്കെ വിഷമം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു എന്തായിരിക്കും ഇങ്ങനെ ഒരു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് ബോധ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും പേരൻറ്റിങ് പഠിക്കുന്നത് ശരിക്കും, അതായത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അപ്പനായി തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഇൻട്രാക്ഷന്, അവനുമായിട്ടുള്ള ഇൻട്രാക്ഷന്,
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇവനെ ഈ ചില ദിവസങ്ങളൊക്കെ ഇപ്പോഴൊന്നും അല്ല, ഇപ്പം കുറച്ചുകൂടെ ബെറ്ററായി, കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു വയസ്സ് 2 വയസ്സ് പ്രായം 2.5 വയസ്സ് പ്രായം ഓട്ടം തന്നെ ആകുമ്പോഴത്തേനും ഇവനെ കല്യാണത്തിന് കൊണ്ടുപോയി ഞാൻ ഫുൾ ടൈം എടുത്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയം, ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നവർ എൻ്റെ കയ്യിലായിരിക്കും ഇവൻ. കാരണം കുഞ്ഞല്ലേ, ഓടിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ ഒരു നല്ല ഫോർമേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നത്. ഞാൻ വിചാരിക്കുന്നത് ശരിക്കും ഇങ്ങനെയുള്ള മക്കളെ ദൈവം നമുക്ക് തരുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു ഫോർമേഷൻ ഉണ്ട്. ഒന്ന് പേരൻസിനുള്ള ഫോർമേഷൻ. കാര്യം നമ്മൾ എല്ലാവർക്കും ഇഷ്ടമാണ് അടങ്ങിയിരിക്കുന്ന പിള്ളേരെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത പിള്ളേരെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവനൊന്നും മിണ്ടാതെയോ ഇവൻ നടക്കാതെയോ അല്ല ഇവനൊന്നും നമ്മൾ പറയുമായിരുന്നു ഇവനൊന്ന് ഓടി നടന്നിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പറയും. പക്ഷേ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഒരു 50% കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതൽ ഓടുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇവന് നല്ല എനർജറ്റിക് ആണ്, ഇവൻ നല്ല ടാലൻറ്റഡ് ആണ്. അപ്പോൾ അവനെ ആ രീതിയിൽ കേറ്റർ ചെയ്യാൻ എനിക്ക് ഇങ്ങനെയുള്ള പല മാതാപിതാക്കളുടെയും ഇന്നത്തെ ഒരു സങ്കടം, ഇതൊരു അബ്നോർമാലിറ്റി ആയിട്ടാണ് പലരും കാണുന്നത്. അതെ, അബ്നോർമാലിറ്റി. പിന്നെ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞ് 1-2 പിള്ളേരുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം, ഇനി മക്കൾ വേണ്ട എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ സോണി പറഞ്ഞതുപോലെ ഇതൊരു എക്സ്ട്രാ ടാലന്റ് ആണ് അവരുടെ. ഈ ടാലന്റിനെ ഒബ്സർവ് ചെയ്ത് അവരെ ശരിക്കും നമ്മൾ അവരുടെ കൂടെ ആയിരുന്ന് അവരെ നമ്മൾ വേണ്ടതുപോലെ ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു അവർ ശരിക്കും ഒരുപാട് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹങ്ങളായിട്ട് മാറും എന്നുള്ളതാണ്. ഇവരെ ഇങ്ങനത്തെ ഒരു കുട്ടികൾക്ക് പോസിറ്റീവ്സും ധാരാളം പോസിറ്റീവ്സും ഉണ്ട്. ചിലർക്ക് ഒരു പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷനായിട്ട് ചില സമൂഹങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേനും അവർക്കത് ഇറിറ്റേഷൻ, ഇതെന്താ ഇങ്ങനെ ഈ കൊച്ചു പെരുമാറുന്നത്, ഇതിനെ അടിച്ചു വളർത്താന്നിട്ടാണ് എന്നുള്ള ലെവലിൽ ചിലർ പറയാം. പക്ഷെ ചിലർ പോസിറ്റീവായിട്ടും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫാമിലി പുതുതായിട്ട് അവർ വന്ന് താമസം തുടങ്ങിയതാണ്. അപ്പം ഒരു ദിവസം ഇവൻ എവിടെ കതക് തുറന്നിട്ടാലും ചിലപ്പോൾ അങ്ങോട്ട് കയറും. ഓടിക്കയറി അതാണ്ട് അവൻ്റെ വീട് പോലെയാണ്, അവൻ സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇദ്ദേഹം അങ്ങോട്ട് ഓടിക്കയറി. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ കാണുന്നില്ല. അപ്പം ഞങ്ങൾ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും തുറന്നിട്ട് അവർ പറഞ്ഞു അവൻ കുറച്ച് നേരം ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിരുന്നു, ഇവൻ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര റിലാക്സേഷൻ ഉണ്ടായി. നല്ല ഡയലോഗുകൾ വിടും, ഭയങ്കര കൗണ്ടർ ചെയ്യും, നല്ലതായിട്ട് നമ്മൾ പറഞ്ഞ സെയിം ലെവലിൽ ഇവൻ കൗണ്ടർ ചെയ്യും. അപ്പം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് എടുക്കുന്നവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലർ പറയും അധിക പ്രസംഗാന്ന് പറയും. ഞാൻ പറഞ്ഞ അത് ഓരോരുത്തർ എടുക്കുന്ന ഒരു രീതിയുടെ അവർക്ക് പറ്റിയ ഒരു കൂട്ടുകെട്ട് കിട്ടിയാൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവൻ ഒറ്റ ഒരു മകൻ ഒരു കുഞ്ഞ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ ചെന്നതോടുകൂടെ പിള്ളേർ ചെന്നതോടുകൂടെ ഇവൻ ഭയങ്കര സന്തോഷം, ശരിക്കും ഇച്ചിരി എനർജറ്റിക് ടൈപ്പ്. അവർ ശരിക്കും അത് എൻജോയ് ചെയ്തു, അവൻ്റെ എനർജി അങ്ങ് റിലീസ് ചെയ്താണ് അവർ ചെയ്യുന്നത്. ഓടിക്കളിച്ചും അവർ ശരിക്കും എൻജോയ് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ ദേ ആർ ക്വൈറ്റ് നോർമൽ, അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരുടെ ബ്രെയിനോ ഒന്നും ഇപ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കുന്ന പോലെ ഇവർ അബ്നോർമലാണ്, ഇവർ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എടുക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുന്ന മാതാപിതാക്കളുണ്ട്. ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് എൻ്റെ സുഹൃത്തിൽ നിന്ന് കേട്ടതേ, സ്കൂളിൽ ആരോ പറഞ്ഞു ഇവനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ കമ്പൽ ചെയ്യപ്പെട്ട് ഇവർ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിട്ട് വരുന്നു. കൊച്ചു തന്നെ അവസാനം ആവശ്യപ്പെടുകയാണ്, പപ്പ എനിക്ക് ഗുളിക തരാൻ, എനിക്ക് ഡിസബിലിറ്റി ഉണ്ടല്ലോ, എനിക്ക് കഴിവ് കുറവുണ്ടല്ലോ, അല്ലെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നുകൂടാ, ഗുളിക കാരണം കൊച്ചു പോലും അങ്ങ് ഇതാണ്, ഞാൻ എന്തോ അസുഖമുള്ളവനാണ്. നമുക്കിതിൻ്റെ ഒരു മറുപുറം നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഭാഗമാണ്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഡൈവേർട്ട് ചെയ്യേണ്ടത്? ഇവർക്ക് എനർജി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഭയങ്കര എനർജി ഉണ്ടെന്ന് മനസ്സിലായി. എങ്ങനെ നമുക്ക് ഇതിന് പോസിറ്റീവായിട്ട് ഇതിനെ ഡൈവേർട്ട് ചെയ്തെടുക്കാം? നിങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാനായിട്ടുണ്ടോ? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് ഇവർ ഭയങ്കര ഒരു ആകാശം പോലെ വിശാലമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സിനായാലും പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും ശരിക്കും പറഞ്ഞാൽ പറ്റുന്നില്ല ഇവർ അത്ര ഓടിയെത്താൻ. അതാണ് പ്രശ്നം. ഇപ്പം ഞങ്ങളിപ്പോൾ ജസ്സേനെ കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം താഴെ കൊണ്ടുപോയിട്ടാണെങ്കിലും ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ അവൻ ബാറ്റ് പിടിക്കുന്നു. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും വട്ടാകും, കാരണം റിപ്പീറ്റ് ചെയ്ത് തന്നെ ഇവന് ഓരോ ആക്ടിവിറ്റി പറയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്യും. പക്ഷേ അതിനകത്തൊരു ഭയങ്കരമായിട്ടും അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അവൻ്റെ ആ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ചിലപ്പം ഒരു മാഗസിനിലെ ഒരു പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കത്രികയായിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ സേഫായിട്ട് തന്നെ ചെയ്യണം പാരൻസ് അത്, കാരണം കൈയൊന്നും മുറിയരുത്. പക്ഷെ എന്നാലും ഇതൊന്ന് കട്ട് ചെയ്തേ, ഇതിൻ്റെ ഫോട്ടോസ് ഒന്ന് കട്ട് ചെയ്ത്, അപ്പോൾ അവർക്ക് ആ ഐ ഹാൻഡ് കോർഡിനേഷൻ കിട്ടുകയും ചെയ്യും. അപ്പം ചപ്പാത്തി ഉരുളകളാണെങ്കിൽ ഉരുളകളാക്കിക്കേ, അല്ലെങ്കിൽ ചപ്പാത്തി പരത്തിക്കേ, ചിലപ്പോൾ കുറച്ച് മാവങ്ങ് പോകുമായിരിക്കും, പക്ഷെ എന്നാലും അത് പരത്താൻ കൊടുക്കുന്നു. പിന്നെ അല്ലെങ്കിൽ കുറച്ച് പേപ്പർ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഒരു പടം കാണിച്ചിട്ട് അതൊന്ന് കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് എല്ലാം ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ച്, അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ എനിക്ക് തോന്നുന്നു ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മ്യൂസിക്കിന്
മ്യൂസിക്കിനോട് താല്പര്യമുള്ള പിള്ളേരെ ആ തരത്തിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിച്ചാൽ അങ്ങനെയൊക്കെ പല രീതികളിൽ എനിക്ക് തോന്നുന്നു ഈ പിള്ളേരെ ഇതിപ്പോ പറഞ്ഞു വന്നപ്പോഴേ ഇപ്പൊ നല്ല ക്ഷമ വേണ്ട ഒരു മാതാപിതാക്കൾ വളരെ ക്ഷമയോടെ ഇവര് പറയുന്ന ഇവരുടെ സ്വഭാവം കണ്ട് പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇന്ന് പലരും സ്വീകരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചേട്ടൻ പറഞ്ഞ കാര്യം അവരടിച്ചിരുത്തുകയും ഒരു പക്ഷെ വടിപ്രയോഗം കൊണ്ടൊക്കെ അവരുടെ ടാലൻസിനെ അങ്ങനെ നിനക്ക് എന്താ അങ്ങനെ ആയിക്കൂടെ എന്നുള്ള ആദ്യം ചോദ്യം വരുന്നത്. അത് ശരിക്കും എനിക്ക് ചേട്ടൻ പറഞ്ഞ കാര്യം പോയിന്റ് പലതവണ നമ്മൾക്ക് വീഴ്ച പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ പോകാറുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പല സമയത്ത് അവനോട് തന്നെ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് തന്നെ കർത്താവെ ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ തരണേ നമ്മൾ ശരിക്കും നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ വീണ്ടും നമ്മൾ ഇനി പരാജയപ്പെട്ടാലും നമ്മൾ വീണ്ടും വരിക, വീണ്ടും നമ്മൾ ശരിക്കും അത് കറക്റ്റ് ഒരു പോയിന്റ് ആണ്. അല്ല, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പിതാവായ ഒരു ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഉള്ളിൽ നിറയേണ്ട ഒരു അവസ്ഥയുണ്ട് അതിന്. കാര്യം അതെന്നാന്ന് വെച്ചാൽ ഈ അപ്പൻ്റെ ഒരു സ്നേഹവും അപ്പൻ്റെ ഒരു കരുതലും പിള്ളേർക്ക് ഒരു എക്സ്ട്രാ നീഡുള്ള ഇങ്ങനെയുള്ള കുട്ടികൾ, കാരണം അവർക്ക് അമ്മമാർക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികൾ നോക്കുന്നത് അല്ലെ അവരുടെ ഒരു ബേസിക് കാര്യങ്ങൾ നോക്കുന്നത് അമ്മയുടെ ഉത്തരവാദിത്വം എന്നുള്ളൊരു ലെവൽ പലപ്പോഴും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ജെസ്സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങൾ ഞാനായിരിക്കും വീട്ടിൽ ചെയ്യുന്നത്, കാരണം അവന് ഇഷ്ടമാണത്. അപ്പോൾ ഞാൻ ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പിതാവിൻ്റെ സ്നേഹം പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം തരികടകൾ കാണിക്കുന്നുണ്ട്. നമ്മളെ ഇതനുസരിച്ച് ശിക്ഷിക്കാനിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ അപ്പൻ്റെ ഒരു സ്നേഹം എന്ന് പറയുന്ന സംഭവം അങ്ങനത്തെ ആ ഒരു ആംഗിൾ കാണുമ്പോൾ തന്നെ അവനെ നമുക്ക് സ്നേഹിക്കാനേ ഉള്ളൂ. എനിക്ക് ഇവനെ ഒരു മിനിറ്റ് പോലും പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അപ്പം അറ്റാച്ച് ചെയ്യാം. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവൻ എൻ്റെ കൂടെ വന്ന് എന്നോട് ഞാൻ അപ്പാടെ കിടക്കുന്നില്ല, ഞാൻ ഇന്ന് ചേച്ചിയുടെ ചേട്ടൻ്റെ കൂടെ പോയി കിടക്കുന്നു പറയും. ചേച്ചി ചേട്ടായി ഉറങ്ങി കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് വന്ന് എൻ്റെ കൂടെ വന്ന് കിടക്കും. ഞാൻ പറഞ്ഞ അങ്ങനത്തെ നല്ലൊരു ഹൃദയബന്ധമുണ്ട്. അപ്പോൾ അവന് എൻ്റെ കൂടെ ഭയങ്കര കംഫർട്ടബിളാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുക്കെ കുറച്ചുകൂടെ അവർ എന്താ ഫ്രീഡം കാണിക്കുന്നതാണെന്ന് അറിയത്തില്ല. ഇപ്പം അമ്മമാരുടെ അടുക്കെ ഇത്തരം കുട്ടികൾ വേലത്തരങ്ങൾ കൂടുതൽ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. ഞാൻ എപ്പോഴും ദൈവമേ സോണി ഇല്ലാത്തടത്ത് പോകുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയാകും ഇവനെ പിടിച്ചു നിർത്താനും അല്ലെങ്കിൽ ഒതുക്കി നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് അപ്പന്മാരുടെ ഒരു റോള് ഭയങ്കര ഒരു. ഈ പള്ളിയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ അപ്പന്മാരുടെ അടുത്താണെങ്കിൽ അവർ കുറെ കൂടെ ശാന്തരാണ്. അപ്പൊ അത് ഈ അപ്പന്റെ റോള് ഈ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇടപെടലില് ഫോർമേഷനില് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ഒരു. പിന്നെ ഈ പ്രോപ്പർ ഇവരെ ഡൈവേർട്ട് ചെയ്തില്ലെങ്കിലും അതും ഒരു അപകടത്തിലേക്ക് പറയുന്നുണ്ട്. ഈ പുതിയ ചാക്രിക ലേഖനത്തിൽ ഇവരുടെ ഒരു ഫോർമേഷനിൽ പ്രോപ്പറായിട്ടുള്ള സമയം കൊടുത്ത് നമ്മൾ താല്പര്യപൂർവ്വം അവരോട് കൂടെ അവരെ ഡൈവേർട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ചില അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇതിന്റെ വലിയൊരു മഹത്തരമായ ഫലം. ഈ സമൂഹത്തിൽ കിടക്കുന്ന വലിയ പ്രശസ്തരായ പല ആൾക്കാരും അവരുടെ ബാല്യത്തിൽ വലിയ തല്ലുകൊള്ളികളും വലിയ അലമ്പന്മാരും കുറെ മിന്തലുള്ള. എന്റെ ബാല്യത്തിൽ ഏറ്റവും കൂടുതൽ കൊതിപ്പിച്ചിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ഉണ്ട്, ജോൺ ഡി റോഡ്സ്. ശരിക്കും ഒരു ക്രിക്കറ്റില് ഒരു ഫീൽഡിങ്ങിന് ഒരു ചാതുരി കൊണ്ടുവന്ന ഒരു ആർട്ടാന്നൊക്കെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചത് ജോൺ ഡി റോഡ്സ്. ഇപ്പൊ റോഡ് സ്റ്റൈൽ പറയാ പോലും ചെയ്യുന്നത്. ഇപ്പൊ കോഹ്ലി പറഞ്ഞു നിൽക്കുമ്പോൾ അത് പഴയ ഒറ്റ മനുഷ്യനുള്ളായിരുന്നു, ജോൺ ഡി സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ കുഞ്ഞിലെയൊക്കെ തലകുത്തി പറഞ്ഞിട്ടുണ്ട് പാടത്തൊക്കെ പോയി ജോൺ ഡി സ്റ്റൈൽ കാണിക്കാൻ. ഞാൻ പിന്നീട് ഒരു ആർട്ടിക്കിളിൽ ജോൺ ഡി റോഡ്സിനെ പറ്റി വായിച്ചാണ്. അവൻ തന്നെ പറയുന്നതാണ്, നിങ്ങളൊക്കെ വിചാരിക്കും ഇതെൻ്റെ വലിയ ടാലൻ്റാണ്. ഇതെൻ്റെ ടാലൻ്റൊന്നും അല്ല, ഞാൻ ഇങ്ങനെയാണ്. എനിക്കൊരു ഗ്രൗണ്ടിൽ പോയിട്ട് നേരെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ മിന്തി എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കണം. കാരണം അതെൻ്റെ ഒരു ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. എൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്, എൻ്റെ ദൈവം രൂപപ്പെടുത്തിയേക്കുന്നത് അങ്ങനെയാണ്. അതെ, അത് അവന് ടാലൻ്റാക്കി. അതുപോലെ ഫെൽപ്സ് ലോകങ്ങളുടെ ഏറ്റവും കൂടുതൽ ഗോൾഡ് കിട്ടിയേക്കുന്ന നീന്തൽക്കുളത്തെ ഫെൽപ്സ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഫെൽപ്സിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. ബാല്യത്തിൽ അവൻ ഭയങ്കര റെസ്റ്റ്ലെസ് ബീയിങ് ആയിരുന്നു. റെസ്റ്റ്ലെസ് ബീയിങ് തന്നെയായിരുന്നു അവനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചറാണ് ഇവനെ ഡൈവേർട്ട് ചെയ്ത് എക്സ്ട്രാ എനർജി മാറ്റാൻ വേണ്ടി ഇത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നീന്തൽ പഠിപ്പിച്ചത്. 22 ഗോൾഡും അടക്കം വേണ്ട 28 മെഡല് ഒളിമ്പിക്സിൽ കിട്ടിയ ലോക ഇതിഹാസമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കയ്യിലുള്ള ഒക്കെ ലോക ഇതിഹാസങ്ങളാണ്. അത് പേൾസ് ആണ് ശരിക്കും. അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ഇവരെ കണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ചില ടീച്ചർമാരും ഉണ്ടാകാം. പക്ഷേ അവരിലൊക്കെ ഒരു വലിയ പ്രതിഭ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള ഒരു വലിയ സത്യം ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ. ആ ചോദ്യം ഒന്ന് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ള പേരൻസ് ഒക്കെ അങ്ങ് ഒതുങ്ങിപ്പോവും. കാരണം അവർക്ക് പബ്ലിക്കിൽ വരെ നാണക്കേടാണ്. അവർ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ ഈ പിള്ളേർ അവിടെ പോയി വലിച്ചു കീറി മൊത്തത്തിൽ അലമ്പാകും. അതെ, ഏറ്റവും അലമ്പാകും. അല്ലെങ്കിൽ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പള്ളി മുഴുവൻ അവരുടെ സ്വന്തമായിട്ട് അവർ മാറ്റും. പള്ളിയിലെ ആൾക്കാർ മുഴുവൻ അവരുടെ സ്വന്തമാക്കി മാറ്റും. അങ്ങനെ മൊത്തത്തിൽ അവരങ്ങനെ എല്ലാം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പേരൻസും കുഞ്ഞുങ്ങൾ ഇതുപോലെ ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുങ്ങളുള്ള, അങ്ങനെ ആ വാക്ക് പോലും തെറ്റുണ്ട്, ഇതുപോലെയുള്ള എക്സ്ട്രാ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊന്നും പള്ളിയിൽ പോലും കൊണ്ടുപോകാറില്ല.
നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നാണക്കേടൊക്കെ കാര്യമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ? ഈ ട്രോഫിയൊക്കെ കൈ ചേട്ടനത്തോട് ഞാൻ ആലോചിക്കായിരുന്നു, ചേട്ടൻ ഫുൾ ടൈം കൊച്ചിനെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഈ ട്രോഫി ഒന്ന് താഴെ വെച്ച് കൂടെ മനുഷ്യ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അതെ അതെ. അല്ല അത് അവനോട് വന്ന് ചോദിക്കും, എന്താണ് നീ ഇങ്ങനെ കയറിയിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറയും, അവൻ എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, എനിക്ക് നല്ലതാ. ഞാൻ കാഷ്വലി ഇങ്ങനെ പറയും. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവനോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവനെ ശരിക്കും എൻകറേജ് ചെയ്യും. ജസ്റ്റ് യു ആർ എ ഗ്രേറ്റ് ബോയ്, ഓക്കെ, അങ്ങനത്തെ നീ നല്ല മിടുക്കനാണ്, യു ആർ ടാലൻറ്റഡ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ആയിട്ട് ജസ്റ്റ് കൂടെ നല്ല മര്യാദ, അവൻ നല്ല ഗുഡ് ബോയ് ആണ്. അപ്പോൾ അവനോട് ഞാൻ ഒരിക്കലും ഞാൻ ഒരു സൈഡ് ലൈൻ ചെയ്യാറില്ല ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയങ്ങൾ. അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യും. വേറെ ആരെങ്കിലും പറയുമ്പോഴാണെങ്കിൽ പോലും ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് അതിന് റിയാക്ട് ചെയ്യത്തുള്ളൂ. ഒരു രക്ഷയില്ലടാ ഇവനെ കൊണ്ട് എന്നൊരിക്കലും ഞാൻ പറയാറില്ല. അപ്പോൾ അത് ഒരിക്കലും ഇവൻ എൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ഇട വന്നാൽ പിന്നെ അവൻ്റെ ഒരു ക്യാരക്ടർ ഫോർമേഷനിൽ അങ്ങനെ വരും. ഞാൻ ഒരു ബ്രേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ ഈ പോയിന്റ് വളരെ സോളിഡ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പാരൻറ്റിങ്ങിന് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് അടഞ്ഞു പോകുന്നത് അവർ വിശാലമായ ലോകവും അല്ലെങ്കിൽ അവരുടെ ഭയങ്കര ഒരു എത്തിപ്പെടേണ്ട സ്ഥലങ്ങളൊക്കെ അങ്ങ് അടഞ്ഞു പോകുന്നത്, മുരടിച്ചൊക്കെ പോകുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള കമന്റ് വരുന്നതുകൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും കമന്റ് പുറത്തു വരും. പേരൻസ് അത് എംഫസൈസ് ചെയ്യും. ഒരു നാണക്കേട്, ഫ്രസ്ട്രേഷൻ, എൻ്റെ ഒരു അവസ്ഥ എന്ത് ചെയ്യാനാ വിധി, അങ്ങനെയൊക്കെ പറയും. കാരണം ചിലപ്പോൾ മടുക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് പറയുന്നത്. അത് ശരിക്കും ഒരു ദിവസം ഞങ്ങൾ ചെയ്തൊരു കാര്യമാണ്. കാരണം കുറേ ഇങ്ങനെ അടുപ്പിച്ച് സ്കൂളിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇങ്ങനെ കമൻസ് ഇങ്ങനെ കിട്ടിയ സമയത്ത് ഞാൻ ഓർത്ത്, ദൈവമേ ഇതൊക്കെ ഒരു നെഗറ്റീവായിട്ട് ഇതിന് വരും. കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നമ്മൾ ഇവനോടൊന്നും റിയാക്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു കമൻസ് ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമല്ലോ. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, മറ്റേ മൂത്തവരെ രണ്ടുപേരെ നിർത്തി ജസ്സേനെ തന്നെ ഫ്രണ്ടിൽ നിർത്തിയിട്ട്, ജസ്സേ യു ആർ എ ഗുഡ് ബോയ്, ജസ്സേ യു ആർ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം, ജസ്സേ ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇവർ ഉറക്കെ ഒരുമിച്ച് ഇവനെ നോക്കി തന്നെ പറയാൻ തുടങ്ങി. അപ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷവും. മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. ദൈവം തന്ന വലിയ സമ്മാനമാണ് എന്നുള്ള തരത്തിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തവൻ സ്വീകരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്താൽ തന്നെ ഇങ്ങനെ എനിക്ക് തോന്നുന്ന നമ്മുടെ ഇവന്റെ ഒരു ജനന സമയങ്ങളിലൊക്കെയുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനയൊക്കെ ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചോദിച്ചു മേടിച്ചതാണ് ജസ്സേനെ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇവൻ ഒരു എന്താ പറയുക, ഒരു ഹൈപ്പറോ അങ്ങനെ ഒരു സംഭവമല്ല. പക്ഷേ ഇവൻ്റെ എക്സ്ട്രാ ടാലൻറ്റഡ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച ഒരാൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ചോദിച്ചു വാങ്ങിക്കുന്നതിന് ഒരു അർത്ഥമില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇമ്മാനുവലൊക്കെയാണ് പ്രാർത്ഥിക്കുക, എനിക്കൊരു അനിയനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ അവരും ഒരു എക്സ്പെക്ട് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ദൈവം ശരിക്കും എക്സ്ട്രാ ടാലൻറ്റ് അതിനകത്ത് ഇംബൈബ്ഡ് ആണ്. അപ്പോൾ അത് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് അങ്ങനെ ഒരു പ്രാർത്ഥിച്ച് മേടിക്കുന്നതിനകത്ത് എന്താ അർത്ഥം ഇരിക്കുന്നത്? അപ്പം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോലെ അത് സ്വീകരിക്കാനുള്ള വലിയൊരു മനസ്സുണ്ടാവണം. കർത്താവ് തന്ന സമ്മാനം തന്നെയാണ്. നമ്മൾ ശരിക്ക് ഒരു ഫിസിക്കലോ മെന്റലി പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് സിമ്പതി കൊടുത്ത് സ്വീകരിക്കും. ഇവിടെ ശരിക്കും നമ്മൾ എമ്പതി കൊടുത്ത് ഏറ്റവും താഴെ വന്നിട്ട് ശരിക്കും സ്വീകരിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞിനൊന്ന് വാരിപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിന് തന്നെ റിജക്റ്റഡ് ഫീലിംഗ് ഭയങ്കരമായിട്ട് കുഞ്ഞിന്റെ ലെവലിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി വരിക, അവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒരു കാര്യം, എൻ്റെ കോട്ടയത്തുള്ളൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഒരു നല്ല IBM ഒരു ജോലി കിട്ടിയിട്ട് അവൻ വേണ്ട വെച്ചു. അവന് ശരിക്കും പറഞ്ഞാൽ അന്ന് അവൻ ഒരു ഫേസ്ബുക്കിൽ അവന് കുറിപ്പ് എഴുതിയിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ അന്ന് വഴക്ക് പറയാറുന്ന ടീച്ചറും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്നെ ഡിസ്കറേജ് ചെയ്യാറുന്ന എൻ്റെ അപ്പനുമാണ് ഞാൻ ഇന്ന് ഈ ലെവലിൽ എത്താൻ കാരണം. എന്നിട്ട് അവൻ ആ 1.5-2 ലക്ഷം രൂപ ഫസ്റ്റ് ജോലി കിട്ടിയിട്ട് അത് വേണ്ട വെച്ചിട്ട് അവന് ദൈവവചന പ്രഘോഷണത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടും ഭയങ്കര അങ്ങനത്തെ ഒരു ലൈഫ് നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. ആ ഡ്രൈവ് ശരിക്കും പറഞ്ഞാൽ അതാണ് അവൻ്റെ ടാലൻറ്റ്. അവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിന് ഭയങ്കര ഹെൽപ്ഫുള്ളും വേറൊരു ലെവലിലേക്ക് എത്തി. അപ്പം അന്നവൻ പറയായിരുന്നു, എന്നെ അവിടെ കട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്നും അവിടെ ചായ അടിക്കുന്ന ഒരാളായിട്ട് മാറും. ആ ലെവലിലും കൊണ്ടുപോകാം നമുക്ക്. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഡി അഡിക്ഷൻ രംഗത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് വരുന്ന മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ ചിലരൊക്കെ ഇങ്ങനൊരു കമൻറ്റ് പറഞ്ഞു, ഡോക്ടർ ഇവൻ ചെറുപ്പത്തിൽ ഭയങ്കര അവനെ ഒരു രക്ഷയില്ലായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അവനെ വല്ലാതെ തല്ലിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഞാൻ പറയാം, ഈ പ്രോപ്പറായിട്ടുള്ള ഡൈവേർഷൻ സംഭവിച്ചില്ലെങ്കിൽ, പ്രോപ്പർ എൻഗേജ്മെന്റ് ചാനലൈസ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണെന്ന് നമ്മൾ. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ചിലർക്കാണെങ്കിലും ഒരു ഗിൽട്ട്, ചില പേരൻസിന് ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ട്. ചിലപ്പം ഇപ്പം ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും അവർ ഇത്രയും നാളും ഡീൽ ചെയ്ത് ഇങ്ങനെ ആയിരുന്നില്ല, അയ്യോ അത് ഭയങ്കര ഗുഡ് ഫോർ നത്തിങ് എന്ന് നമ്മൾ പറഞ്ഞു, ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനേക്കാളും അത് നമുക്ക് ഓവർകം ചെയ്യാം. ഈ കുട്ടിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, ഇതിനെ ബ്ലസ് ചെയ്യുന്നത്, അല്ലെ, അങ്ങനത്തെ ഒരു അതെ ആ ക്ഷമാപൂർവ്വം നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ വർഷങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പം. പലപ്പോഴും മരുന്ന് ചോദിച്ചു വരുന്ന ആളുകളോട്
മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു മരുന്ന് ഇതാണ്. നിങ്ങൾ അപ്പനും അമ്മയും സ്നേഹപൂർവ്വം അവനോട് സ്നേഹപൂർവ്വം പെരുമാറുക, അവന് സമയം കൊടുക്കുക, എല്ലാ ദിവസവും നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും ബ്ലെസ്സിങ് അവന് കൊടുക്കുക. അത് തന്നെ അവൻ്റെ വലിയൊരു മെഡിസിൻ ഒന്നും ഇല്ല, ശരിക്കും ഈ അപ്പന്റെ ഒക്കെ അധികാരം എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര പവർഫുൾ ആണ് ശരിക്കും. കാരണം ഭൂമിയിലെ അവന്റെ അപ്പനാണ് നമുക്ക് റോൾ അതാണ് ശരിക്കും. അത് ഭയങ്കര അത് കൈവച്ചാൽ അത് കൈവച്ച തന്നെയാണ്. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് തിരിച്ച് മാതാപിതാക്കളോട് പ്രത്യേക സ്നേഹവും ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് പലപ്പോഴും. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരിക്കും കുറച്ചുകൂടി കരുതലും സ്നേഹവും ഒക്കെ പിന്നീട് മാതാപിതാക്കൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും സ്കൂളിൽ പറയാറുണ്ട് ഈ സംഭവം. സ്കൂളിലെ ഏറ്റവും വലിയ അലമ്പന്മാരും തരികടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. തിരിച്ചു വന്ന് കാണുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എപ്പോഴും നന്ദി പറയാനോ ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടീച്ചറെ വിളിച്ചോണ്ട് ഓടി വരാനൊക്കെ പറ്റുന്ന ഈ സ്ഥിരം കുരുത്തക്കേട് കാണിച്ചിരുന്ന അലമ്പന്മാരൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ശരിക്കും അങ്ങനെയുള്ളവർക്കുള്ളൊരു വലിയൊരു ഉണർത്തുപാട്ടും കൂടിയാണ്. എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുരുത്തക്കേട്ടവരാണ്, അല്ലെങ്കിൽ കൊള്ളാത്തവരാണ്, ഇതല്ലെങ്കിൽ എന്തും തരികട മാത്രം ഒപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാതാണ്. ദൈവം നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് വളരെ മഹത്തരമായ ദൈവം ചുമ്മാ ഒന്നും തന്നുവിടത്തില്ലോ. ഒരു കഴിവും ഒരു എനർജിയും ചുമ്മാ തന്നുവിടത്തില്ല. അന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ആർക്കൊക്കെയോ പരാജയപ്പെട്ടു പോയി, ആരൊക്കെ ഭൂമിയിൽ പരാജയപ്പെട്ടു പോയി ഡൈവേഴ്സ് നടത്തുന്നത്. എൻ്റെ വേറെ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തോട്, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കൽ എങ്ങനെയുണ്ട്? കാരണം ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ലോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഒരു താല്പര്യമില്ലാത്ത കാര്യമാണല്ലോ മജോറിറ്റി കുഞ്ഞുങ്ങൾക്കും. കൈകൂപ്പി പിടിച്ചിട്ടൊക്കെ വേണ്ടത് പ്രാർത്ഥിപ്പിക്കാനായിട്ട്. നമ്മുടെ സ്ഥിരം മൂഡ് അങ്ങനെയൊക്കെയാണല്ലോ, മുട്ടുകുത്തണം, കൈകൂപ്പണം, അങ്ങനെയൊക്കെ എന്നാലും പ്രാർത്ഥന വരത്തുള്ളൂ ഒരു പരമ്പരാഗതമായ രീതിയിൽ. കുരിശ് വരയ്ക്കുമ്പോൾ അവനൊന്ന് ഓടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. അതെ അതെ അതെ. അപ്പൊ അവന് അവസാനം നമ്മൾ വഴക്ക് പറഞ്ഞ് കുരിശ് വരെ അവൻ വെറുക്കാൻ തുടങ്ങും. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അത് കൂടുതൽ അലമ്പ് കാണും. എങ്ങനെ നിങ്ങൾ വീട്ടിൽ ഇവരെ പ്രാർത്ഥിപ്പിക്കാൻ ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവനെ ഒന്ന് വചനം പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അല്ലെ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥന ഒന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പിക്കുക. അപ്പം ഇദ്ദേഹത്തിന് കഥ കേൾക്കുന്നത് ഇഷ്ടമാണ്. അപ്പം കഥ കേൾക്കുന്നതിൽ നമുക്ക് വിശുദ്ധരുടെ കഥകൾ പറയാൻ നമ്മളൊന്ന് പരിശ്രമം നടത്തും തുടക്കത്തിൽ. പക്ഷേ പുള്ളിക്ക് ഇഷ്ടം സിംഹവും പുലിയും ഒക്കെയാണ് പുള്ളിയുടെ ഇഷ്ടം. അതാണ്. അപ്പം അതും കഥ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് സ്പിരിച്വൽ എലമെന്റ്സ് ഒന്നും കയറ്റുന്നത് പറ്റത്തില്ല. പുള്ളിക്ക് കൂടുതൽ വേറെ ഭയങ്കര എക്സാഗ്രേറ്റഡ് ആയിട്ട് പറയുന്നതൊക്കെയാണ് ഇഷ്ടം. ഭയങ്കരമായിട്ടും അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ, അപ്പം വചനം പഠിപ്പിക്കാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരിക്കൽ ശരിക്കും പറഞ്ഞാൽ ഒരു പരിശുദ്ധാത്മാവ് ഭയങ്കര ഒരു വെളിവ് തന്നതുപോലെ ആദ്യം ഞാൻ ഇവനെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് സിംഹക്കുട്ടികൾ. അതിനകത്ത് സിംഹം ഉണ്ടല്ലോ, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. ആ ഒരു വചനമാണ് ശരിക്കും. അതിനകത്ത് ആദ്യം സിംഹം വരുന്നത് കൊണ്ട് ഇത് ഇവന് അട്രാക്ഷനായി. ആ സിംഹം ആ വചനം അങ്ങ് പഠിച്ചു. പിന്നെ തുടരെ പുള്ളി ഓരോരോ വചനങ്ങളായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പം വലിയ വചനങ്ങളാണ്, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്നൊക്കെയുള്ള വലുതായിട്ടുള്ള. അപ്പം എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതകരം. ഈ കൊച്ചിങ്ങനെ പഠിക്കുമെന്ന് അറിയില്ല. ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15-20 വചനങ്ങളോളം കൊച്ചിന് കാണാതറിയാം. എനിക്കൊന്ന് അച്ഛൻ ഈ പറഞ്ഞ പോലെ ഈ ചില മാതാപിതാക്കൾ ഇവരുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ചില കാർട്ടൂൺ ചാനലുകളിലേക്ക് ഇവരുടെ ശ്രദ്ധ തിരിച്ചുവിടും. അതും ഇതുപോലെ ഒരു അമ്മ പറയായിരുന്നു, അത് അവൻ കണ്ടാൽ അതുപോലെ തന്നെ അവൻ ചിലപ്പോൾ ചെയ്ത് കളയും. അപ്പോൾ അതും അത്രയും കണ്ട് നമുക്ക് ഇവരുടെ ഫോർമേഷനിൽ നമ്മൾ അങ്ങനെ ഒരു രീതി അവലംബിക്കുന്നതിനേക്കാൾ നല്ലതാണ് നേരത്തെ പറഞ്ഞ പോലെ അതാണ് നല്ലതല്ല. ഈ പറഞ്ഞ പോലെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയാൽ അത് കണ്ട് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക താല്പര്യം ഇവരിൽ കൂടുതലായിരിക്കുന്നു. നമ്മൾ അവരെ കുറ്റം പറഞ്ഞില്ല, അവർ കാണുന്നതാണ് ശരിക്കും. ഈ 5 വയസ്സാണല്ലോ അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നീട് ഞാൻ വിശുദ്ധരുടെ കഥ പഠിപ്പിക്കാനാണെങ്കിലും ഞാൻ ഇവനെ ആദ്യം പഠിപ്പിക്കുന്നത് ജോൺ മരിയ വിയാനിയുടെ കഥയും. അപ്പൊ ജോൺ മരിയ വിയാനി ഇപ്പൊ ഇതൊക്കെ ഒരു എക്സാഗ്രേഷൻ വേണം, എന്നാലേ ഉള്ളൂ. ജോൺ മരിയ വിയാനി രക്ഷയില്ല. ജോൺ മരിയ വിയാനി അവിടെ ചാപ്പലിൽ ചെന്നപ്പോഴത്തേന് ആരും ഇല്ലായിരുന്നു. അപ്പൊ പുള്ളി തന്നെ എല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി. പിന്നെ നോക്കുമ്പോൾ ആരും കുർബാനയ്ക്ക് വരുന്നില്ല. കുർബാനയ്ക്ക് വരുന്നതിന് പകരം പുള്ളി അപ്പോൾ ആൾക്കാരെ അന്വേഷിച്ച് വീട്ടിൽ പോയി കള്ള് ഷാപ്പിൽ പോയി അവിടെ പോയി ആൾക്കാരോട് സംസാരിച്ചു. മറ്റേ ചീട്ട് കളിക്കുന്നിടത്ത് പോയി. അപ്പോൾ ഇതൊക്കെ പുള്ളിക്ക് ത്രില്ലാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ആദ്യം പ്രസംഗത്തിൽ പറഞ്ഞത് ദൈവം സ്നേഹമാണ് മക്കളെ. അപ്പോൾ ഇതൊക്കെ പുള്ളി പിന്നീട് കഥ പറയുമ്പോൾ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞത് കോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ജോസഫ് കുപ്രത്തീനോ ഒരു പറക്കുന്ന സൈഡ്. പിന്നെ കുറേ നാളത്തേക്ക് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണമായിരുന്നു പുള്ളിക്ക്. അപ്പം അപ്പൻ്റെ അടുക്കെ തൊള്ളക്കടത്താണ് ഉറങ്ങുന്നതെങ്കിൽ കുറച്ച് ഡിവോഷണൽ സോങ്സ് ഉണ്ട് പുള്ളിക്ക്. അത് പാട്ട് കേട്ടാൽ ഒരു 2-3 പാട്ട് കഴിയുമ്പോൾ പുള്ളി ഫ്ലാറ്റ് ആവും. ഇപ്പം സോണി ഇല്ലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ചെന്നൈയിൽ. ഇപ്പോൾ ഒരു 10 മാസത്തോളം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഈ ജോസഫ് കുപ്രത്തീനോയും ജോൺ മരിയ വിയാനിയും ആയിരുന്നു റിപ്പീറ്റ് ആയിട്ട് രാത്രി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെയുള്ള കുഞ്ഞുങ്ങൾ എപ്പോഴും ഭയങ്കരമായിട്ട് മറ്റു കുട്ടികളെക്കാൾ ഗിഫ്റ്റഡ് ആയിരിക്കും.
പലപ്പോഴും നമ്മൾ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്തുകൊണ്ടും ഇടിച്ചു കത്തുന്നതുകൊണ്ടും ഇവരെ കഴിവൊന്നും പറഞ്ഞ് പുറത്തു വരാറില്ല. എസ്പെഷ്യലി ഇവർ ഈ ടെൻഡർ വാല്യൂസിലൊക്കെ ബാക്കി ആരെക്കാളും ഇവരായിരിക്കും, സ്നേഹവും കരുണയും അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ. നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർ എക്സാമ്പിൾസ് പറയാനുണ്ടോ? സ്നേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ എത്രമാത്രം നമ്മളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 4 ഇരട്ടി ഇവനെ നമ്മളെ സ്നേഹിക്കാറുണ്ട്. ഇവന് ഓടി വന്നിട്ട് നമുക്ക് ചുമ്മാ ഉമ്മ തരിക. അപ്പം മറ്റുള്ള കുട്ടികൾ തരുന്ന അവർ ഉമ്മ തരുമോ എന്നൊക്കെ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇവൻ ശരിക്കും പറഞ്ഞാൽ കുറേ നേരം കെട്ടിപ്പിടിച്ച് ഒരു മിനിറ്റ് നേരം കെട്ടിപ്പിടിച്ച് ഇറുക്കി പിടിച്ച് ഉമ്മ തന്നുകൊണ്ടിരിക്കുക. അവൻ ആ സ്നേഹം ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യം. പിന്നെ അവൻ്റെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് നമ്മൾ ജെനുവിൻ ആയിരിക്കുക എന്നുള്ള ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പേരൻസ് പലപ്പോഴും നമ്മൾ വെറുതെ ഒന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് ഒരു കള്ളം പറയാതിരിക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ പറയുക, ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത ഞാനാണെങ്കിലും ഓപ്പോസിറ്റ് ആളോട് കയർക്കുന്നൊരു സ്വഭാവമുണ്ട്. അത് കഴിഞ്ഞ് സംസാരിച്ച് അപ്പോൾ അതെന്താ റീസൺ എന്താണെന്നറിയോ? നമ്മളൊരു കുഞ്ഞു കുട്ടി ഓടിപ്പോയിട്ട് ഒരു ടേബിളിൽ പോയി തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ ആ ടേബിളിനെ നമ്മൾ തല്ലും. ആ ടേബിൾ എന്ത് കാണിച്ചു? ഇവൻ ചെറുപ്പം മുതലേ ഇത് കണ്ടു കഴിയുമ്പോൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ വീണ നല്ല കുഴപ്പം, ഞാൻ ഓടിയതല്ല കുഴപ്പം, ടേബിൾ അവിടെ ഇരുന്നാണ് കുഴപ്പം. ഞാൻ പറഞ്ഞ ഒരു ചെറിയ അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര ഇത് ഫ്രജൈൽ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ കെയർഫുൾ ആയിരിക്കുകയും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്താൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ കുടുംബങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഒരു വലിയ ഫോർമേഷനെ സഹായിക്കുന്നു എന്നുള്ളതാണ് സോണി പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞു വെച്ചത് ഈ കുഞ്ഞുങ്ങളെ ഇവരെ ഒരു രോഗികളായിട്ട് കാണാതിരിക്കുക, ബ്ലെസ്സിംഗ് ആയിട്ട് കാണുക, അക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി ഇവർ പറഞ്ഞാൽ സമയം ചെലവഴിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു ചരിത്രത്തിലെ ഏറ്റവും നല്ല തല്ലുകൊള്ളിയായിരുന്ന ഒരു കൊച്ചുണ്ട്, പേടിക്കണ്ട ഞാനല്ല, നിങ്ങൾ ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ഡാമിയനാണ് കക്ഷി. ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച വിശുദ്ധനാണ് ഡാമിയൻ. അപ്പോൾ ഡാമിയൻ്റെ ബാല്യമൊക്കെ ഭയങ്കര ഭീകരമാണ്. തല്ലുകൊള്ളി എന്ന് പറഞ്ഞാൽ അന്യായ തല്ലുകൊള്ളിയായിരുന്നു. വഴികൂടി പോകുന്ന കുതിരകളെ കല്ലെറിയുക, ആൾക്കാരെ കല്ലെറിയുക, അതിൻ്റെ പേരിൽ ആൾക്കാരെ ഇവനെടുത്തിട്ട് ഇടിക്കുക, അങ്ങനെ ഒത്തിരി കലാപരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് മറുപുറമുണ്ട്. ഈ കുഞ്ഞ് ഭയങ്കര ഒബ്സർവിങ് കപ്പാസിറ്റിയാണ്, അച്ചട്ടായിട്ട് അനുസരിക്കുക. പുണ്യങ്ങൾ മറുപുറത്ത് ഭയങ്കരമാണ്. ഒരു ദിവസം പള്ളിയിൽ പോയപ്പോഴത്തേക്ക് വികാരിച്ചൻ കട്ടിക്ക് പ്രസംഗം പറഞ്ഞു. അന്ന് നമ്മൾ രണ്ടുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഷെയർ ചെയ്യട്ടെ. ഇവൻ നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് കൊച്ചാ പുറത്തേക്ക് ഇറങ്ങിയ വഴി പുറത്ത് പള്ളിയുടെ ഭാഗത്ത് പിച്ചക്കാരനിരിക്കുന്നത്. അവൻ കൈക്ക് പിടിച്ച് കൂട്ടം കൊണ്ടുപോകും. അവൻ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് സകലമാര ഭക്ഷണം എടുത്ത് കൊടുത്തു, മേശപ്പുറത്തിരുന്ന അടുക്കള ഇരുന്നെടുത്ത് പൊതിഞ്ഞ് കൊടുത്ത് വിട്ടു. എന്നിട്ട് അവൻ യാത്ര ആക്കിയിട്ട് വലിയ കാര്യം ചെയ്തിരിക്കുക. വീട്ടിൽ അപ്പനും അമ്മയും പള്ളിക്ക് ചെന്നപ്പോഴത്തേക്ക് ഒരു സാധനം ഇല്ല. അപ്പോഴത്തേക്കാണ് അവൻ പറഞ്ഞത് എന്ത് സംഭവിച്ചു? അവൻ പറഞ്ഞാൽ അത് അച്ഛൻ അവരെ പള്ളി പറഞ്ഞ് കേട്ടില്ലായിരുന്നു അപ്പനും അമ്മയൊന്നും. എടുത്ത് കൊടുക്കാനാ പറഞ്ഞത്, എടുത്ത് കൊടുത്തതല്ല, മുഴുവനായിട്ട് കൊടുത്തു വിട്ടു. അപ്പോൾ അപ്പൻ ആദ്യം ദേഷ്യം വന്നാൽ അപ്പം പറയുകയാണ്, എൻ്റെ കുഞ്ഞ് ഇത്രയും വലിയ, എപ്പോഴും അപ്പം തല്ലുകൊള്ളി നിങ്ങളെപ്പറ്റി ചിന്തിച്ചാണ്, ഇത്രയും വലിയ കൃപകളുടെ വലിയൊരു സ്രോതസ് അവൻ്റെ ജീവിതത്തിൽ തമ്മിൽ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് അന്നാ മനസ്സിലായെന്നുള്ളത്. ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ വലിയ വിശുദ്ധനാവാനും ഇത്ര എനർജറ്റിക് ആയിരുന്നുകൊണ്ടാണ് അവൻ മൊറോക്കോ ദ്വീപിലേക്ക് ഓടിപ്പോകുന്നത്, പാവങ്ങളുടെ ഇടയിലേക്ക് ഓടിപ്പോകുന്ന അച്ഛനായ ശേഷം. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞുങ്ങളിൽ വലിയൊരു കൃപയും നിധിയൊക്കെ തമ്മിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് നമുക്ക് രാത്രി അനുഗ്രഹത്തിന് രാത്രി ആകാൻ വേണ്ടി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കുടുംബമൊക്കെ ഒന്ന് ചേർന്ന് നിന്ന് മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച്, കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഹൃദയപൂർവ്വം ഒന്ന് അടുപ്പിച്ച് പിടിച്ച് നമുക്ക് തമ്പുരാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗം തന്ന ഏറ്റവും വലിയ സമ്മാനമായ മക്കളെ തമ്പുരാൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ നീ തന്ന കൃപയായ മക്കളെ സ്വീകരിക്കാൻ, ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിക്കാൻ ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ട് മാപ്പ് അപേക്ഷിക്കുന്നു. മക്കൾക്കുണ്ടായിരുന്ന എന്തെങ്കിലും ചെറിയ ഡീവിയേഷൻസിനെയൊക്കെ അല്ലാണ്ട് ഞങ്ങൾ ഫ്രസ്ട്രേറ്റ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അവരെ വിധിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തമ്പുരാനെ നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കഴുകണമേ. ആരെങ്കിലൊക്കെ പറഞ്ഞ കമൻറ്റുകളോ കളിയാക്കലുകളൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഏടിനെ അടച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അവന് വലിയൊരു ലോകത്തെ അടച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, തമ്പുരാനെ ഈ നിമിഷം നീ തുറക്കണമേ. സ്വർഗത്തിൽ നിന്ന് നീ അഗ്നി അയക്കണമേ. എൻ്റെ കുടുംബത്തെ മുഴുവൻ, മക്കളെ മുഴുവൻ സംരക്ഷിക്കണമേ. ഇവരുടെ വിശാലമായ ലോകം മുഴുവൻ തുറന്നു കാട്ടണമേ. വെളിച്ചത്തിൻ്റെ മക്കളാക്കി ഞങ്ങളെ കുഞ്ഞുങ്ങളെ മാറ്റണമേ. ഇവർക്ക് നീ കൊടുത്ത കഴിവും എനർജിയും എന്തൂസിയാസവും എല്ലാം തമ്മിൽ അനേകർക്ക് നന്മ ചെയ്യാനുള്ള വലിയ കാരണമായി മാറട്ടെ. അമ്മേ മാതാവേ, അമ്മയുടെ ബഹുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ ഈശോയെ, ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം സമയം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതുപോലെ ഞങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും
നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.